2500ഓളം പേരാണ് കഴിഞ്ഞ ദിവസം നടന്ന എക്സാം വൈ ഓൺലൈൻ ട്രഷർ ഹണ്ട് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. ആവേശകരമായിട്ടുള്ള മത്സരത്തിലെ വിജയി ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറേ കോളുകളും മെസ്സേജുകളും ഒക്കെ ഇന്നലെ കിട്ടിയിരുന്നു, എപ്പോഴാണ് സർ റിസൾട്ട് അറിയാമെന്നൊക്കെ ചോദിച്ചിട്ട്. സോ ആരാണ് ആദ്യമായിട്ട് നിധിയിലെത്തിയിട്ടുള്ള ആൾ എന്നുള്ളത് ഇപ്പോൾ അറിയാം. ആദ്യമായിട്ട് നമുക്ക് ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോയി നോക്കാം എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ. സ്റ്റീഫാനി കോവലേക് വാസ് എ പോളിഷ് അമേരിക്കൻ സയന്റിസ്റ്റ് known for her contribution to polymer chemistry during her stint at DuPont. What is her most famous discovery that had saved many lives across the world and when it is discovered? അപ്പോൾ ഇവിടെ സ്റ്റീഫാനി കോവലേക്കിന്റെ പ്രശസ്തമായിട്ടുള്ള കണ്ടുപിടുത്തം, അതെന്താണ് ആ കണ്ടുപിടുത്തം എന്നുള്ളതും എന്നാണ് അത് കണ്ടുപിടിച്ചത് എന്നുള്ളതും രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ അതിന്റെ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റീഫാനി കോവലേക്കിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലരും ഗൂഗിൾ ചെയ്തപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാവും ഈ ഫോട്ടോ. അദ്ദേഹം ഒരു കെമിസ്റ്റ് ആയിരുന്നു. കെമിക്കൽ ലാബിൽ റിസർച്ചുകളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു കണ്ടുപിടുത്തത്തിൽ എത്താൻ കഴിഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഇവരുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉണ്ട് അല്ലേ. സോ ഈ ഗ്ലൗസ് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആക്ച്വലി ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ടത്. ആ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ് അവര് ഈ ഒരു അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള ആളായി മാറിയത്. കെവ്ലർ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. കെവ്ലർ. സോ കെവ്ലർ എന്നുള്ളതിന്റെ കെമിക്കൽ കോമ്പൗണ്ട് നെയിം ഇതാണ്, പോളി പാരാഫിനൈലിൻ ടെറിഫ്താലമൈഡ് എന്നുള്ളതാണ്. ഡിസ്കവേർഡ് ഇൻ എന്നാണ് അത് കണ്ടുപിടിച്ചത് 1965. നമ്മുടെ സബ് ക്വസ്റ്റ്യൻസ് അതായിരുന്നു അല്ലേ. ഡിസ്കവേർഡ് ഇൻ 1965 ആൻഡ് ഡിസ്കവറർ സ്റ്റീഫാനി കോവലേക് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. ഡെൻസിറ്റി എത്രയാണെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം. സോ ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ കെവ്ലർ എന്നുള്ളത്. കെവ്ലർ എന്നുള്ളത് നമ്മൾ ഒരു ക്ലൂ തന്നിരുന്നു അല്ലേ. പട്ടാളക്കാരൊക്കെ ആർമി പേഴ്സൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കണ്ടുപിടുത്തത്തിന് ശേഷമാണെന്നുള്ളത്. സോ ഗ്ലൗസ്, അതുപോലെ തന്നെ ബുള്ളറ്റ് സ്റ്റാബ്, പ്രൂഫ് വെസ്റ്റുകൾ, പട്ടാളക്കാര് പോലീസൊക്കെ യൂസ് ചെയ്യുന്ന പ്രൂഫ് വെസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കെവ്ലർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ഡൈവിംഗ് ഗ്ലൗസുകൾ, വാക്കിംഗ് ബൂട്ട്സ്, മിലിറ്ററി ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കെവ്ലർ എന്ന് പറയുന്ന ഹെൽമെറ്റ് കൊണ്ടാണ്. കട്ട് റെസിസ്റ്റന്റ് ഗ്ലൗസുകൾ, ബൈസിക്കിൾ ടയേഴ്സ്, കാർ ടയേഴ്സ്, ഫയർ പ്രൂഫ് ക്ലോത്തിങ്. സോ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ കെവ്ലർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. സോ ഈ രണ്ട് ആൻസേഴ്സ് കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ആദ്യത്തെ ചോദ്യം ശരിയായി എന്ന് മനസ്സിലാക്കാം. കെവ്ലർ എന്നുള്ളതാണ് ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആൻഡ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ 1965 എന്നാണ് കെവ്ലർ അത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. റൈറ്റ്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോകാം. ഹിയർ ഈസ് ദ ക്വസ്റ്റ്യൻ. ദ കൺട്രി വിച്ച് ലോഞ്ച്ഡ് ദ വേൾഡ്സ് ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ ഇൻ 2018 ഹാഡ് ലെൻഡ് ദ നെയിം ടു ദി എലമെന്റ് ഇൻ ദി പീരിയോഡിക് ടേബിൾ. വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് ആൻഡ് ദി നെയിം ഓഫ് ദി ട്രെയിൻ? അപ്പോൾ രണ്ട് ചോദ്യം ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് ആറ്റോമിക് നമ്പർ ഓഫ് ദി എലമെന്റ് അല്ലേ. ആദ്യം ഹൈഡ്രജൻ ട്രെയിൻ കണ്ടുപിടിച്ച ഒരു രാജ്യം, ആ കൺട്രിയുടെ പേരിൽ നിന്നാണ് ഒരു പീരിയോഡിക് ടേബിളിലെ എലമെന്റിന് പേര് ലഭിച്ചത്. ഏതാണ് ആ എലമെന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആറ്റോമിക് നമ്പർ കണ്ടെത്തണം. ആൻഡ് ദ നെയിം ഓഫ് ദി ട്രെയിൻ, ഫസ്റ്റത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര് എന്താണ് എന്നുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ. അതിന്റെ പേര് കൊറാഡിയ ഐലൻഡ് എന്നുള്ളതാണ് ആ ട്രെയിനിന്റെ പേര് ആക്ച്വലി. സോ നമുക്കറിയാം ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിനിന്റെ പേര് കിട്ടി. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, ആറ്റോമിക് നമ്പർ 32 ആണ്. 32 ആണ് ജെർമേനിയം എന്ന് പറയുന്ന എലമെന്റ് അല്ലെ. ജർമ്മനിയാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ഹൈഡ്രജൻ ട്രെയിൻ കണ്ടെത്തിയത്. സോ ജർമ്മനി എന്ന് പറയുന്ന രാജ്യവുമായിട്ട് സിമിലർ ആയിട്ടുള്ള എലമെന്റ് ജർമേനിയമാണ്. അതിന്റെ ആറ്റോമിക് നമ്പർ 32 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഡോക്ടർ നാൻസി ഗ്രേസ് റോമൻ, നാസാസ് ഫസ്റ്റ് ചീഫ് ആസ്ട്രോണമർ, ഈസ് നിക്നെയിംഡ് ബൈ ഹെർ സക്സസർ ആസ് ദി മദർ ഓഫ് ഡാഷ് പ്രോജക്ട്. വെൻ ഡിഡ് നാൻസി ഗ്രേസ് റോമൻ ജോയിൻ നാസ? അപ്പൊ നാസയിൽ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മുടെ നാസ ഫസ്റ്റ് ചീഫ് ആസ്ട്രോണമർ ആയിട്ടുള്ള ഡോക്ടർ നാൻസി ഗ്രേസ് റോമൻ, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് എന്നുള്ളതാണ്. മദർ ഓഫ് ഡാഷ് പ്രോജക്ട്. എന്താണ് മക്കളെ ഉത്തരം? മദർ ഓഫ്, ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ, മദർ ഓഫ് ഹബിൾ എന്നുള്ളതായിരുന്നു അവരറിയപ്പെട്ടിരുന്നത്. മദർ ഓഫ് ഹബിൾ, ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് എന്നുള്ളതൊക്കെ കൊടുക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മദർ ഓഫ് ഹബിൾ എന്നുള്ളതാണ്. റൈറ്റ്. ആൻഡ് മദർ ഓഫ് ഹബിൾ എന്നാണ് അവർ നാസയിൽ ജോയിൻ ചെയ്തത് 1959 ഡോക്ടർ റോമൻ റിസീവ്ഡ് ഹെർ ഡോക്ടറേറ്റ് ഇൻ ആസ്ട്രോണമി ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ഇൻ 1949 ആൻഡ് ജോയിൻഡ് നാസ ഇൻ 1959. She finished her NASA career at Goddard Space Flight Center, where she served as the manager of the Astronomical Data Center. ഓക്കെ, അപ്പോൾ 1959 ഡോക്ടർ നാൻസി ഗ്രേസ് റോമൻ നാസയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യത്തിലെത്തി. വിച്ച് എൻറ്റിറ്റി ഹാഡ് പബ്ലിഷ്ഡ് ദ ഗ്രാഫിക് നോവൽ ഫോർ ചിൽഡ്രൻ ടൈറ്റിൽഡ് ഫസ്റ്റ് വുമൺ ഫീച്ചറിങ് കാലി റോഡ്രിഗസ് ഇൻ സെൻട്രൽ റോൾ ആൻഡ് ഇൻ വിച്ച് ഇയർ? ഇതിൽ ആക്ച്വലി ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട് അല്ലേ. 2023 നവംബറിൽ കാലി റോഡ്രിഗസ് എന്ന സാങ്കല്പിക വനിതയെ കേന്ദ്ര കഥാപാത്രമാക്കിയെന്ന് പറഞ്ഞിട്ട് ചോദ്യമുണ്ട്. ആക്ച്വലി ഈ പുസ്തകം
ഈ പറയുന്ന ഫസ്റ്റ് വുമൺ എന്ന് പറയുന്ന പുസ്തകം, നാസാസ് പ്രോമിസ് ഫോർ ഹ്യൂമാനിറ്റി എന്ന ടാഗ് ലൈനിനോട് കൂടിയിട്ട് ഫസ്റ്റ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു കഥ, ആക്ച്വലി അത് റിലീസ് ചെയ്തിട്ടുള്ളത് നാസയാണ്. ഫസ്റ്റ് വുമൺ ടെൽസ് ദ ടെയിൽ ഓഫ് കാലി റോഡ്രിഗസ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഫീമെയിൽ വുമൺ ആസ്ട്രോണമറുടെ കഥയാണ് ആക്ച്വലി ഈ ഒരു ഗ്രാഫിക്കൽ നോവലിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് 2 ഇഷ്യൂകളിലായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സോ നമ്മുടെ ചോദ്യത്തിലുള്ള 2023 നവംബറിൽ എന്ന് പറയുന്നത് റീസെന്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷമാണ്. 2021 ആക്ച്വലി ഇതിന്റെ ഫസ്റ്റ് ഇഷ്യൂ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ 2021 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആൻഡ് ആരാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം നാസ തന്നെയാണ്. നാസ ഇഷ്യൂ ചെയ്തിട്ടുള്ള പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഫസ്റ്റ് വുമൺ എന്ന് പറയുന്നത്. സോ അതിന്റെ പുസ്തകത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ആൻസേഴ്സ് നാസ ആൻഡ് 2021. കുറെ പേര് 2023 ചോദ്യത്തിലുള്ളത് 2023 കൊണ്ടുപോയിട്ട് ഓപ്റ്റ് ചെയ്തിരുന്നു. അതിനേക്കാൾ കൂടുതൽ ആൾ 2020 എന്ന് ഓപ്റ്റ് ചെയ്തിരുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 2021 ആണ്. ആൻഡ് നാസയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. ആൻഡ് 5th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞാൽ ആരാണ് വിന്നർ എന്നുള്ളത് നമുക്ക് കാണാം. When did Intuitive Surgical Company develop the robotic surgery system which was named after a famous personality from the 15th century? It was because his study of human anatomy had eventually led to the design of the first known robot in history. Who is this person? അപ്പോൾ 2 ചോദ്യമുണ്ട്. Intuitive Surgical Company ഡെവലപ്പ് ചെയ്തിട്ടുള്ള റോബോട്ടിക് സർജറി സിസ്റ്റം എന്നാണ് ആ കമ്പനി വികസിപ്പിച്ചിട്ടുള്ളത്, ആ കമ്പനിയിൽ എന്നാണ് റോബോട്ടിക് സർജറി സിസ്റ്റം വികസിപ്പിച്ചിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ആരുടെ പേര് സൂചകാർത്ഥമാണ് ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ ഇദ്ദേഹം ആരാന്നുള്ളത് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഹിയർ ഇസ് ആൻസർ. 1999 ആക്ച്വലി റോബോട്ടിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ലിയനാർഡോ ഡാവിഞ്ചി ആണ് ആക്ച്വലി ഈ ഫോട്ടോയിലുള്ള ഇദ്ദേഹം. സോ ഇദ്ദേഹത്തിന്റെ ഒരു സ്മാരകാർത്ഥാണ് ഈ സർജിക്കൽ സിസ്റ്റത്തിന് ആ രൂപത്തിലുള്ള പേര് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് 2 ആൻസേഴ്സ് ഉള്ളത്. സോ നമ്മുടെ ട്രഷറിലേക്ക് കിടക്കാം. ട്രഷർ എന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു 4 ചോദ്യങ്ങളുടെയും വർഷങ്ങളും ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യനിലുള്ള ആറ്റോമിക് നമ്പറും ആഡ് ചെയ്തിട്ടുള്ള സമ്മാണ് ആക്ച്വലി നമ്മുടെ ട്രഷർ എന്നുള്ളത്. കുറേ പേര് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നു, പക്ഷേ സം ചെയ്തത് കൂട്ടിയപ്പോൾ പലരും തെറ്റിച്ചിട്ടുണ്ട്. സോ കണക്കറിയാത്ത കുറേ വില്ലന്മാര് നമ്മുടെ ട്രഷർ ഹണ്ട് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ആൻഡ് കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ തന്നെ സബ് ക്വസ്റ്റ്യൻസ് തെറ്റിച്ചവരുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും സബ് ക്വസ്റ്റ്യൻസ് അടക്കം ശരിയാക്കണം, എന്നിട്ട് വേണം ട്രഷർ എന്ന് പറയുന്ന നമ്മുടെ സം ആഡ് ചെയ്തിട്ടുള്ള സമ്മ് കൃത്യമായിട്ട് കൊടുക്കാൻ എന്നുള്ളത്. ആൻഡ് ഇതായിരിക്കും നമ്മുടെ നമ്പേഴ്സ് വരിക. 1965 ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ള ഇയർ. 32 എന്നുള്ളത് ആറ്റോമിക് നമ്പർ. 1959 ആൻഡ് 2021 പ്ലസ് 1999. അതിന്റെ സമ്മ് വരാ 7976 എന്ന് പറയുന്ന ഗോൾഡൻ നമ്പർ ആണ്. 7976 ആണ് നമ്മുടെ ട്രഷർ എന്നുള്ളത്. സോ 7976 ആണ് നമ്മുടെ നിധി. അത് ആർക്കൊക്കെ കിട്ടി എന്നുള്ളത് യൂട്യൂബിൽ ചാറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. റൈറ്റ്. അപ്പോൾ 7976 എന്നുള്ള നിധിയിലെത്തിയിട്ടുള്ള ആ വ്യക്തി ആരാണ് ആദ്യമായിട്ട് നിധിയിലെത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആൻഡ് ഹിയർ ഈസ് ദ വൺ, അക്ഷാൻ മുഹമ്മദ്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കലിലുള്ള എക്സാൻവയുടെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അക്ഷാൻ ആണ് ആദ്യമായിട്ട് ഈ നമ്പറിൽ എത്തിയിട്ടുള്ളത്, നമ്മുടെ നിധിയിൽ എത്തിയിട്ടുള്ളത്. 7976 എന്ന് പറയുന്ന നിധിയിൽ എത്തിയിട്ടുള്ളത്. റൈറ്റ്. അപ്പോൾ അക്ഷാന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ കഴിഞ്ഞ എക്സ്പെക്ട് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റുഡൻസിനുള്ള ആനുവൽ എക്സാം ആയിട്ടുള്ള എക്സ്പെക്റ്റിൽ ടോപ്പേഴ്സിന് കൊടുക്കുന്ന സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ആ സ്മാർട്ട് വാച്ച് ഫോട്ടോ എടുത്തുകൊണ്ടാണ് അക്ഷാൻ ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻറ്റിന് തന്നെ നിധിയിൽ ഫസ്റ്റ് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ പ്രത്യേകം കൺഗ്രാറ്റ്സ് അറിയിക്കുന്നു. അക്ഷാനാണ് ആദ്യമായിട്ട് നിധിയിലെത്തിയുള്ളത്. 1000 രൂപ സ്വന്തമാക്കിയുള്ളത് അക്ഷാനാണ്. ആൻഡ് അതിന് പിന്നാലെ 3 പേര് തൊട്ടു പിന്നാലെ 1 മിനിറ്റിന്റെ വ്യത്യാസത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാന്ന് നോക്കാം. ഇസ മറിയം, GVHSS ഫോർ ഗേൾസ് നടക്കാവ്, സഫ നസ്നി, AKMHS കോട്ടൂർ, സജാ നസ്രീൻ, AMUPS കൂരിയാട്ട്. അപ്പോൾ ഇത്രയും പേരാണ് ആദ്യമായിട്ട് ടോപ്പേഴ്സായിട്ട് നിധിയിലെത്തിയിട്ടുള്ളത്. 2500ഓളം പേർ മത്സരിച്ച ആവേശകരമായിട്ടുള്ള ട്രഷർ ഹണ്ട് മത്സരത്തിന് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഇനിയും ഇതുപോലെ രസകരമായിട്ടുള്ള സയൻസ് മാത്സ് ട്രഷർ ഹണ്ട് മത്സരങ്ങൾ നമുക്ക് ഒരുക്കാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുപോലെ നിധിയിലേക്ക് എത്താനുള്ള ആൻസേഴ്സ് ഒക്കെ കിട്ടി, പക്ഷെ ആഡ് ചെയ്യുമ്പോൾ കുറേ പേര് തെറ്റിച്ചു. അതേസമയം കുറച്ച് പേരൊക്കെ ആൻസർ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്.
കുറച്ച് പേരൊക്കെ ആൻസേഴ്സ് ടൈപ്പ് ചെയ്ത് നിധിയും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ മറന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. ഏറ്റവും ആദ്യം നമ്മൾ കറക്റ്റ് ആൻസേഴ്സും നിധിയും കണ്ടെത്തുന്ന ആളായിരിക്കും വിജയി. സോ അക്ഷാനിന് പ്രത്യേകം കൺഗ്രാജുലേഷൻസ്. ഇതുപോലെയുള്ള മത്സരങ്ങളുമായിട്ട് എക്സാം വൈ ലേണിംഗ് ഇനിയും വരും. എക്സാം വൈ സയൻസ് വീക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് മത്സരങ്ങൾ. സോ ആരെങ്കിലും ഇനിയും നമ്മുടെ സയൻസ് വീക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഇതുപോലെയുള്ള മത്സരങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. താങ്ക്